നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. അങ്കമാലിയിൽ വീടിന് തീപിടിച്ചു. മക്കളടക്കം 4 പേർ വെന്തുമരിച്ചു. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഒരു മുറിയിൽ. അങ്കമാലിയിൽ വീടിന് തീപിടിച്ചു, 4 പേർ വെന്തുമരിച്ചു. അച്ഛനും അമ്മയും 2 കുട്ടികളുമാണ് മരിച്ചത്. അങ്കമാലി കോടതിക്ക് സമീപമുള്ള വീട്ടിലാണ് സംഭവം. ബിനീഷ്, ഭാര്യ അനു, മക്കളായ ജസ്മിൻ, ജോസ്ന എന്നിവരാണ് മരിച്ചത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് വ്യക്തമല്ല. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. രാവിലെ നടക്കാനിറങ്ങിയ ആളുകളാണ് വീടിന്റെ മുകളിലത്തെ നിലയിൽ തീ കണ്ടത്. വീടിനകത്തെ ഒരു മുറിക്കുള്ളിലാണ് ആദ്യം തീ പിടിച്ചത്. ആ മുറി മാത്രമാണ് കത്തി നശിച്ചതും. ഇതിലാണ് കുടുംബാംഗങ്ങൾ ഉറങ്ങിയിരുന്നത്. അതേസമയം ഷോർട്ട് സർക്യൂട്ട് സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 8 മണിയോടെ ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തും. മരിച്ച ബിനീഷ് അങ്കമാലിയിലെ വ്യാപാരിയാണ്. കൊച്ചിയിൽ ഭർത്താവിന്റെ ജോലി സ്ഥലത്തേക്ക് പോയ യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. എറണാകുളം കളമശ്ശേരിയിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. കാറിലെത്തിയ 5 അംഗ സംഘമാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ജോലി കഴിഞ്ഞ് നടന്നു പോകുമ്പോഴായിരുന്നു തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. ഭർത്താവിന്റെ ജോലി സ്ഥലത്തേക്ക് വരികയായിരുന്ന യുവതിയെയാണ് കാറിലെത്തിയ 5 അംഗ സംഘം ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് യുവതി സമീപത്തെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഓടിക്കയറി ഭർത്താവിന് വിവരം അറിയിച്ചു. ഗുണനിലവാരം ഉയർത്തിയ രോഗികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ നയം. മന്ത്രി വീണ ജോർജ്. രോഗികളോട് ആർദ്രതയോടെയുള്ള പെരുമാറ്റം ചികിത്സയിൽ പ്രധാനമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. അവർക്ക് ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കണം. അനാവശ്യമായി രോഗികളെ റെഫർ ചെയ്യരുത്. ആശുപത്രികളുടെ പ്രവർത്തന സമയം ഉറപ്പാക്കണം. ആശുപത്രികൾ പൂട്ടിയിടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പിലെ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരെ ഓൺലൈനായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുഴക്കര ഇടിഞ്ഞു വീണു. കണ്ണൂരിൽ 3 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. കണ്ണൂർ മയ്യിലിൽ 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങി മരിച്ചു. പാവന്നൂർ മൊട്ട സ്വദേശികളായ നിവേദ്, അഭിനവ്, ജോബിൻജിത്ത് എന്നിവരാണ് മരിച്ചത്. പുഴക്കരയിൽ നിൽക്കുന്നതിനിടെ കരയിടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. മോദി മന്ത്രിസഭയിലേക്ക് കൂടുതൽ വനിതകൾക്ക് പരിഗണന. TDP മന്ത്രിമാരിൽ ധാരണ. നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് കൂടുതൽ വനിതകൾക്ക് പരിഗണന. ബൻസൂരി സ്വരാജ്, ഡോക്ടർ ലത വാങ്കഡെ, സാവിത്രി താക്കൂർ എന്നിവർ മന്ത്രിമാരാകും. 3ാം മോദി സർക്കാരിലെ തെലുങ്കുദേശം പ്രതിനിധികളുടെ കാര്യത്തിൽ ധാരണയായി. ശ്രീകാകുളം മണ്ഡലത്തിൽ ജയിച്ച കിഞ്ചരപ്പു റാം മോഹൻ നായിഡു ക്യാബിനറ്റ് മന്ത്രിയാകും. TDPയിലെ പെമ്മസാമി ചന്ദ്രശേഖർ, വെമ്മിറെഡ്ഡി പ്രഭാകർ റെഡ്ഡി എന്നിവർ സഹമന്ത്രിമാരാകും. 4ാം മന്ത്രിയുണ്ടെങ്കിൽ D പ്രസാദ് റാവു, T കൃഷ്ണപ്രസാദ് എന്നിവരിൽ ഒരാൾ മന്ത്രിയാകും. മുൻ ലോക്സഭാ സ്പീക്കറുടെ മകൻ GM ഹരീഷ് ബാലയോഗി ഡെപ്യൂട്ടി സ്പീക്കറാകും. ഞായറാഴ്ച വൈകിട്ടാണ് 3ാം മോദി സർക്കാർ അധികാരമേൽക്കുക. മോദിക്കൊപ്പം 57 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. കത്രിക കൊണ്ട് മുഖത്തും നെഞ്ചിലും കുത്തി. വയനാട് സർക്കാർ സ്കൂളിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. വയനാട് മൂലക്കാവ് സർക്കാർ സ്കൂളിൽ റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥിനാണ് പരിക്കേറ്റത്. അമ്പലവയൽ സ്വദേശിയെ ശബരിനാഥിനെ സഹപാഠികളാണ് മർദ്ദിച്ചത്. കത്രിക കൊണ്ട് മുഖത്തും നെഞ്ചിലും കുത്തി. ചെവിക്കും സാരമായ പരിക്ക്. ക്ലാസ്സിൽ നിന്നും വലിച്ചിറക്കി കൊണ്ടുപോയത് പരിചയപ്പെടാനെന്ന് പറഞ്ഞാണ്. 5 പേരോളം അടിച്ചുവെന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത്. മൂക്കിനും സാരമായ പരിക്കുകളുണ്ട്. നാളെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് ബത്തേരി പോലീസ് പറഞ്ഞു.
തൃശൂർ DCCയിൽ കൂട്ടത്തല്ല്, കെ മുരളീധരന്റെ അനുയായിക്ക് മർദ്ദനം, പൊട്ടിക്കരഞ്ഞ് DCC സെക്രട്ടറി. തൃശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ല്, കെ മുരളീധരന്റെ അനുയായിയെ കയ്യേറ്റം ചെയ്തതെന്ന് പരാതി. ഇന്നലെ വൈകിട്ട് യോഗത്തിനിടെയാണ് സംഭവം. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് പിടിച്ചു തള്ളിയെന്നാണ് ആരോപണം. EDയെ പേടിച്ച് പാർട്ടി മാറ്റം, തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായപ്പോൾ മിക്കവരെയും തോൽപ്പിച്ച് ജനം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതോടെ സജീവമായ അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED. മോദി സർക്കാരിന് മുമ്പ് അപൂർവമായി മാത്രം രംഗത്തിറങ്ങിയിരുന്ന EDയെ മോദി സർക്കാർ നന്നായി പണിയെടുപ്പിച്ചു. രാഷ്ട്രീയ എതിരാളികൾക്ക് പണി കൊടുക്കാൻ ED, CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണവും പല സമയങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചോ അല്ലാതെയോ ED, CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നതോടെ ഇതിനെ ഭയന്ന് പാർട്ടി മാറുകയും പിന്നീട് ലോക്സഭയിലേക്ക് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്തവരിൽ മിക്കവരെയും ജനങ്ങൾ തോൽപ്പിച്ചുവെന്ന രസകരമായ വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത, 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൂടാതെ ആലപ്പുഴയിലും എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.